ഹലോ ദെയർ. എൻ്റെ പേര് ആദർശ് പ്രശാന്ത്. ഞാൻ പിപ്പോൾട്ടിൻ്റെ ഫൗണ്ടറാണ്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫോറക്സ് ആണ്. എന്താണ് ഫോറക്സ്? ഫോറക്സ് മാർക്കറ്റ് എന്താണ്? എന്തൊക്കെ കറൻസി പെയർസാണ് നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നതൊക്കെ? സോ ലെറ്റ്സ് ബിഗിൻ. വാട്ട് ഈസ് ഫോറക്സ്? നമുക്ക് ഫസ്റ്റ് ഫോറക്സ് എന്നുള്ള പേരിൻ്റെ മീനിങ് തന്നെ നമുക്ക് നോക്കാം. ഫോറക്സ് സ്റ്റാൻഡ്സ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച്. ആ ഒരു പേരിൽ തന്നെയുണ്ട് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഷോർട്ട് ഫോമാണ് ഫോറക്സ് എന്ന് പറയുന്നത്. സോ ഫോറക്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതും ഫോറക്സ് മാർക്കറ്റിലാണ്. ഫോറക്സിൻ്റെ വർക്കിംഗ് അവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 24 hours എ ഡേ ആണ്. മൺഡേ ടു ഫ്രൈഡേ 24 hours. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഫോറക്സ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നുണ്ട്, പുറത്തു നിന്നുണ്ട്. പക്ഷേ ഫോറക്സ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് എല്ലാ കൺട്രീസിലെ ആൾക്കാർ വരുന്നുണ്ട്. സോ ട്രില്യൺസ് ഓഫ് പീപ്പിളാണ് നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. സോ ഹൈ ലിക്വിഡിറ്റിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രേഡ്സ് ബൈ ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കും. മിനിമം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു $10 ഉണ്ടെന്നുണ്ടെങ്കിൽ, $10 എന്ന് പറയുമ്പോൾ ഒരു 850 അല്ലെങ്കിൽ 870 റുപ്പീസ് വരും. 870 റുപ്പീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫോറക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ട്രേഡ് എടുക്കാൻ സാധിക്കും. ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ലോങ് ടേം ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാം. ട്രേഡ് എടുത്ത അടുത്ത സെക്കൻഡ് തന്നെ നമുക്ക് ട്രേഡ് ക്ലോസ് ചെയ്യാം. വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കാൽപ്പിംഗ് മെത്തേഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോറക്സ് ഈസ് എ ഡീസെൻട്രലൈസ്ഡ്, അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലോ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് കമ്പനിയുടെ അണ്ടറിലോ ഒന്നുമല്ല നമുക്ക് ഫോറക്സ് എന്ന് പറയുന്നത്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു മാർക്കറ്റാണ് ഫോറക്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രില്യൺസ് ഓഫ് പീപ്പിളാണ് ഓരോ ദിവസവും നമ്മുടെ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏത് കൺട്രിയിൽ നിന്നിട്ടാണെങ്കിലും ഏത് കോർണറിൽ നിന്നിട്ടാണെങ്കിലും ആർക്കും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫോറക്സ് എന്ന് പറയുന്നത്. ലിവറേജും അവൈലബിൾ ആണ്. ലിവറേജ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ബിഗ് പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ വോളിയം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ആ മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതും അതിൽ കേപ്പബിൾ ആക്കാനും ഉള്ളൊരു കേപ്പബിലിറ്റി ഉള്ളത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നതാണ് സെൻട്രൽ ബാങ്ക്. അതായത് ഒരു കൺട്രി വൈസ് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ SBI, കാനറ ബാങ്ക്, അങ്ങനത്തെ കുറേ സെൻട്രലൈസ്ഡ് ബാങ്ക് ഉണ്ട് നമുക്ക്. സോ അങ്ങനത്തെ ബാങ്കാണ് ആ ഒരു കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ക്യാഷ്, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. സോ ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ മൂവ് ചെയ്യുന്നതും അതേപോലെ തന്നെ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം ബാങ്ക് തന്നെയാണ്. അപ്പോൾ ബാങ്ക് തന്നെയാണ് ഏറ്റവും കൂടുതലും ഈ ഒരു ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് തൊട്ട് താഴെ വരും കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതേപോലെ ഹെഡ്ജ് ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് വരുന്ന പല കമ്പനീസും ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് കോർപ്പറേറ്റ് കമ്പനീസ് വരുന്നത്. ഇപ്പം റിലയൻസ്, ടാറ്റ, ഇങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് ഉണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസും അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ഈ ഒരു ട്രേഡിങ് ചെയ്യുന്നുണ്ട്. സോ ഇവരുടെയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും. അതിന് തൊട്ട് താഴെയാണ് റീറ്റെയിൽ ബ്രോക്കേഴ്സ് വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സ് വരുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സാണ് നമ്മൾ ഇൻഡിവിജ്വൽസാണ്. ഓക്കെ, സോ ഈ ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു ബിഗ് പ്ലേ ഗ്രൗണ്ടാണ്. സോ ഈ ഒരു വലിയ ബിഗ് പ്ലേ ഗ്രൗണ്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഏറ്റവും കുറവ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ട്രേഡേഴ്സ്. സോ കുറവ് ഒരു സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രീതിയിലും മാർക്കറ്റിനെ ചേഞ്ചസ് ഉണ്ടാക്കത്തില്ല. ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഈ പറഞ്ഞ ബാക്കി എല്ലാ കാറ്റഗറീസും വരുന്നത്. സോ ഹയർ വോളിയംസും മാർക്കറ്റ് എങ്ങോട്ടേക്ക് പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. സോ ബിഗ് പ്ലെയേഴ്സ് ഉള്ള മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. സോ എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള നമ്മളാണ് ഏറ്റവും സ്മോൾ ട്രേഡേഴ്സ് എന്നുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫോറക്സിൽ നമ്മൾ കറൻസി പെയേഴ്സാണ് ട്രേഡ് ചെയ്യുന്നത്. 2 കറൻസീസ് തമ്മിലുള്ള പെയേഴ്സാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്.
ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ USD JPY. USD എന്ന് പറയുന്നത് അമേരിക്കയിലെ കറൻസിയാണ്. JPY എന്ന് പറയുന്നത് ജാപ്പനീസിൻ്റെയാണ്. GBP ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്സ്. സോ എല്ലാ കൺട്രീസിൻ്റെ കറൻസി പെയേഴ്സാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് മേജർ കറൻസി പെയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇതൊക്കെയാണ് മേജർ കറൻസി പെയേഴ്സ് എന്ന് പറയുന്നത്. യൂറോ USD, GBP USD, USD JPY, USD CHF. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറോ എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലെ കറൻസിയാണ്. USD അമേരിക്കയിലെ, GBP ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, അതേപോലെ തന്നെ JPY ജാപ്പനീസ് യെൻ, CHF സ്വിസ് ഫ്രാൻസ്. സോ ഇത്രയും മേജർ കറൻസീസാണ് നമുക്ക് നിലവിലുള്ളത്. ഇനി എന്താണ് ഈ മേജർ കറൻസി പെയേഴ്സ് എന്ന് നോക്കാം. ഈ പെയേഴ്സ് എല്ലാം നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ വോളിയം ആയിരിക്കും. ഇപ്പോൾ ചില പെയേഴ്സ് ഉണ്ട്, എല്ലാം നമുക്ക് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ INR തമ്മിലുള്ള പെയേഴ്സ് ഉണ്ട്, CHFും GBPയും തമ്മിലുള്ള പെയേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഷഫിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ 4 പെയേഴ്സ് ഹൈ വോളിയം ആയിരിക്കും. നല്ല മാർക്കറ്റിന് മൂവ്മെൻ്റ് ഉണ്ടാവും ഈ ഒരു പെയേഴ്സിന്. അതുകൊണ്ടാണ് ഇതിനെ മേജർ കറൻസി പെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ബേസ് കറൻസി എന്താണ്, കോഡ് കറൻസി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെയർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2 കറൻസീസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന് ഒരു റീസൺ ഉണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നതാണ് ബേസ് കറൻസി എന്ന് പറയുന്നത്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് കോഡ് കറൻസി. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദി ബേസ് കറൻസി, സെക്കൻഡ് വൺ ഈസ് ദി കോഡ് കറൻസി. പൊസിഷൻ 1ൽ നിൽക്കുന്നതായിരിക്കും ഹൈ വാല്യൂ ഉള്ളത്. ഇപ്പം USD വെച്ച് യൂറോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യൂറോ ആണ് ഹൈ വാല്യൂ ഉള്ളത്. ഒരു യൂറോന് $1.16 നമ്മൾ കൊടുക്കണം. അതേസമയം USD INR നോക്കിക്കഴിഞ്ഞാലോ $, ഹൈ വാല്യൂ വരുന്നത്. ഒരു 87 റുപ്പീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു $, വാങ്ങിക്കാൻ സാധിക്കുള്ളൂ. സോ ഹൈ വാല്യൂ ഉള്ളതാണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന ബേസ് കറൻസി. ലോ വാല്യൂ കമ്പാരിറ്റീവ്ലി വരുന്നതാണ് സെക്കൻഡ് പൊസിഷനിൽ വരുന്ന കോഡ് കറൻസി. ഇനി നമുക്ക് മാർക്കറ്റ് സെക്ഷൻ എന്താണെന്ന് നോക്കാം. ഫോറക്സിലെ മാർക്കറ്റ് സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ റീജിയൻസിനും അവരുടേതായിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ ഇപ്പം ഫോറക്സ് മാർക്കറ്റിൽ 24 hours ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിഡ്നിയാണ്. അത് ഓസ്ട്രേലിയൻ ഏരിയ ആണ് വരുന്നത് റീജിയൻ. നമ്മുടെ IST വെച്ച് നോക്കുമ്പോൾ 3:30 AM തൊട്ട് 12:30 PM വരെയാണ് സിഡ്നി സെക്ഷൻ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോക്കിയോ സെക്ഷൻ. ടോക്കിയോ സെക്ഷൻ 5:30 AM to 2:30 PM. അതാണ് നമ്മുടെ ഏഷ്യ സെക്ഷൻ വരുന്നത്. ഏഷ്യ കോണ്ടിനെൻറ്റിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ആക്റ്റീവായിട്ടുള്ള സമയമാണ് ഈ ടോക്കിയോ സെക്ഷൻ. ഹൈ വോളിയം ഉള്ള സെക്ഷൻസ് ആണ് പിന്നീട് വരുന്നത് ലണ്ടനും ന്യൂയോർക്കും. നമ്മൾ പറയുന്നത് ഹൈ വോളിയം ഉള്ള സെക്ഷനിലാണ് നിങ്ങൾ കൂടുതലും ട്രേഡ് ചെയ്യേണ്ടത്. കാരണം മാർക്കറ്റിന് നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരുന്നത് ഈ 2 സെക്ഷൻസ് വരുമ്പോഴാണ്. ബാക്കിയെല്ലാം ഡെവലപ്പിംഗ് കൺട്രീസാണ്, ഇത് ഡെവലപ്ഡ് കൺട്രീസാണ്. സോ മാർക്കറ്റ് വൈസ് നോക്കുമ്പോഴും ഫിനാൻഷ്യൽ വൈസ് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ റവന്യൂ ഉള്ളതും ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ നടക്കുന്നതും ഈ 2 റീജിയൻസിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു റീജിയൻസിൻ്റെ ടൈമിൽ ആ ഒരു മാർക്കറ്റിംഗ് അവേഴ്സിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ്സ് വിത്തിൻ എ സ്പാൻ ഓഫ് ടൈം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ലണ്ടൻ്റെ ടൈം വരുന്നത് 12:30 PM to 9:30 PM ആണ്. ന്യൂയോർക്കിൻ്റെ ടൈം വരുന്നത് 6:30 PM to 3:30 AM. സോ ഈ മാർക്കറ്റ് സെക്ഷനിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ലണ്ടൻ സെക്ഷൻ കണ്ടിന്യൂ ആകുമ്പോൾ തന്നെ നമുക്ക് ന്യൂയോർക്ക് സെക്ഷൻ ഓവർലാപ്പ് ആവുന്നുണ്ട്. അതായത് ലണ്ടൻ സെക്ഷൻ 9:30 PM അവസാനിക്കുന്നത്. ന്യൂയോർക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 PM. സോ 6:30 PM to 9:30 PM ഹൈ വോളിയം ഓഫ് ചേഞ്ചസ് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. കാരണം ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള മെയിൻ വോളിയം ജനറേറ്റ് ചെയ്യുന്ന ലണ്ടനും ന്യൂയോർക്കും ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്ന സമയമാണ് 6:30 PM to 9:30 PM. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇൻട്രൊഡക്ഷൻ ടു ഫോറക്സ്, ഫോറക്സ് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കറൻസി പെയേഴ്സ് വരുന്നത്.
സോ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.